വിനോദസഞ്ചാര മേഖല ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈഡ്രോഫോയിൽ അഥവാ കടൽ ജെറ്റ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. കടൽ പാസഞ്ചർ സർവീസിനായി 50 ലക്ഷം രൂപയുടെ പദ്ധതിക്കും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പൊതു-സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് കടൽ ജെറ്റ് പദ്ധതി. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന കടൽ ജെറ്റിൽ ആഡംബര ബോട്ടുകളിലുള്ള എല്ലാ സംവിധാനവും ഉണ്ടാകും. കൊച്ചി, ആലപ്പുഴ, കൊല്ലം ജില്ലകളെ ഉദ്ദേശിച്ചാണ് പദ്ധതി. എന്നാൽ പദ്ധതി നിലവിൽ വന്നാൽ മത്സ്യമേഖലയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ ആശങ്ക ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഉപരിതല മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലകൾ കീറി മുറിച്ചുകൊണ്ടായിരിക്കും ഈ ഹൈഡ്രോഫോയിൽ അഥവാ കടൽ ജെറ്റ് പ്രവർത്തിക്കാൻ പോകുന്നത്. തീരദേശത്തോട് ചേർന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത്. പദ്ധതി നടപ്പിലായാൽ ഈ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം വന്നേക്കുമെന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നു. സീപ്ലെയിൻ പദ്ധതി ഉൾനാടൻ മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്ന കാരണത്തെ തുടർന്ന് വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഈ പദ്ധതി എങ്ങുമെത്താതെ നിൽക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പുതിയ പദ്ധതിയുമായി സർക്കാർ രംഗത്തു വന്നിരിക്കുന്നത്. സാധ്യതാ പഠനം പോലും നടത്താതെയാണ് പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതെന്നും ആരോപണമുണ്ട്. പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം.